Hi all, welcome to once. So, in the power electronics in the previous year power electronics GATE previous year questions discuss okay. We will DC converters previous year questions okay. So, first question, consider the buck boost converter shown. Okay. This is a DC buck boost converter. Switch Q is operating at 25 kHz and 0.75 duty cycle. 25 kHz 0.75 duty cycle. Assume diode and switch to be ideal. Ideal condition assume jiya. Under steady state condition, the average current flowing through the inductor. That is IL average IL average. Inductor kuda pona average current. കാണാനാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ ഇതൊരു ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ ആണ് അല്ലേ, സർക്യൂട്ട് കണ്ടാൽ അറിയാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള വി നോ വാട്ട് ഈസ് വി ഇൻ, റൈറ്റ്? വി ഇൻ എന്താണെന്ന് നമുക്കറിയാം. വി ഇൻ ഇസ് ഈക്വൽ ടു സേ 20 വോൾട്ട്, റൈറ്റ്? 20 വോൾട്ട് ഡി സി. ദെൻ എഫ് എസ് തന്നിട്ടുണ്ട്. സ്വിച്ചിങ് ഫ്രീക്വൻസി ഈസ് 25 kHz ആൻഡ് ഡ്യൂട്ടി റേഷ്യോ ഇസ് 0.75. പിന്നെ LCR എല്ലാത്തിൻ്റെയും വാല്യൂം തന്നിട്ടുണ്ട്. ഓക്കെ, സോ R is equal to 10 ohm, L is equal to 1 millihenry and C is equal to 100 microfarad. ഓക്കെ, തന്നിട്ടുള്ള ഗിവൻ ഡാറ്റ ലിസ്റ്റ് ചെയ്തു എന്നുള്ളൂ. എക്സാമിന് നിങ്ങൾ പെട്ടെന്ന് ചെയ്യുക, ഇത് മൊത്തം ലിസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കരുത്. ഗേറ്റ് എക്സാം ആണ്, നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആൻസറിലേക്ക് എങ്ങനെ എത്താമെന്നാണ് നോക്കേണ്ടത്. സോ വി ഇൻ തന്നിട്ടുണ്ട്, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ ആണ്. സോ നമുക്ക് വി ഔട്ട്, നമുക്ക് IL ആവറേജ് ആണ് കാണേണ്ടത് അല്ലേ. IL ആവറേജ് ഫോർ എ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ എന്താണ്? ഇസ് ഈക്വൽ ടു, അസ്യൂമിങ് ഇൻ കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡ്. കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡാണെന്ന് അസ്യൂം ചെയ്തിട്ടാണ്. അൺലെസ് ഇറ്റ് ഇസ് സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് ഇസ് ഡിസ്കണ്ടിന്യൂസ്, നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. I0 ഡിവൈഡഡ് ബൈ 1 - D. അതായത് ആവറേജ് ഇൻഡക്ടർ കറണ്ടിന്റെ ഫോർമുലയാണ് പറഞ്ഞത്. I0 ഡിവൈഡഡ് ബൈ 1 - D ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിന്റെ കേസിൽ. സോ നമുക്ക് ഇതിലിപ്പോൾ D മാത്രമാണ് ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ അറിയാവുന്നത്. പക്ഷെ I0 നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? I0 ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ I0 is equal to V0 by R. V0യും ഡയറക്റ്റ് തന്നിട്ടില്ല, ബട്ട് വി നോ ദ ഫോർമുല ഫോർ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ ഫോർ ഫൈൻഡിങ് ഔട്ട് V0 is equal to Vin into D by 1 - D, right? D by 1 - D. അപ്പോൾ D എന്താ? അതേമാതിരി Vin എന്താ? Vin നമുക്കറിയാം 20 into D എന്ന് പറയുന്നത് 0.75 ഡിവൈഡഡ് ബൈ 1 - 0.75. സോ 20 into 0.75 by 0.25, 20 into 3, which is 60 volt, right? So നമുക്ക് V0 കിട്ടി. V0 കിട്ടിക്കഴിഞ്ഞാൽ I0 ഡയറക്റ്റ് കണ്ടൂടെ? I0 is equal to V0 by R. 60 divided by R ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 10 ohm, which is 6 amperes, right? 6 ampere ആണ് എന്ത്? I0. So average inductor current എന്ന് പറയുന്നത്, if you apply in this formula, 6 divided by 1 - 0.75, right, which is equal to 6 divided by 0.25 or 6 by 1/4, 6 into 4, 24 ampere ആണ് ആൻസർ. സോ ഇത് എന്താ പറയുക, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ വിത്തൗട്ട് ഓപ്ഷൻ ആണ്. സോ ആൻസർ 24 ampere ആണ്, റൈറ്റ്? സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. സിംപ്ലി ഇറ്റ്സ് എ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ. ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൽ നമുക്ക് സ്വിച്ചിങ് ഫ്രീക്വൻസിയും ഡ്യൂട്ടി റേഷ്യോയും ഇൻപുട്ട് വോൾട്ടേജും തന്നിട്ടുണ്ട്. L, C ആൻഡ് Rന്റെ വാല്യൂയും തന്നിട്ടുണ്ട്. ആൻഡ് വി ആർ അസ്യൂമിങ് ഓൾ ദ കണ്ടീഷൻസ് ടു ബി ഐഡിയൽ. അതായത് സ്വിച്ചും ഡയോഡൊക്കെ ഐഡിയൽ ആണ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡാന്ന് പറഞ്ഞിട്ടില്ല. സോ അൺലെസ് ഇറ്റ് ഇസ് സ്റ്റേറ്റഡ് വിൽ ടേക്ക് ദ കണ്ടീഷൻ ടു ബി ഇൻ കണ്ടിന്യൂസ് മോഡ് ഓഫ് കണ്ടീഷൻ. CCM നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ CCM നമുക്ക് അറിയാം, നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇൻഡക്ടറിൽ കൂടെ പോകുന്ന ആവറേജ് കറണ്ട് ആണ്. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഐ വുഡ് ലൈക്ക് ടു സേ ഈ ഫോർമുല IL
is equal to I0 divided by 1 minus D for buck boost converter, average inductor current in the equation. Then അപ്പോൾ നമുക്ക് എന്ത് വേണം? I0 വേണം. പക്ഷെ I0 നമുക്ക് അറിയില്ല. I0 അറിയണമെങ്കിൽ I0 is equal to V0 by R. Okay? V0 by R. So അങ്ങനെയാണെങ്കിൽ V0 കണ്ടുപിടിക്കാൻ നമുക്കറിയാം V0 is equal to Vin into D by 1 minus D. D നമുക്കറിയാം. So we have found out V0. Then we have found out V0 by R, that is output current. Output current കിട്ടിക്കഴിഞ്ഞാൽ you can find out the average inductor current which is given by I0 by 1 minus D. ഈ question 2021 ഗേറ്റിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ നോട്ട് ഇറ്റ്. വളരെ സിമ്പിളായിട്ട്, അതായത് പവർ ഇലക്ട്രോണിക്സിൽ DC കൺവേർട്ടേഴ്സിന് എന്തായാലും ഒന്നോ ചിലപ്പോൾ രണ്ടോ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഒരെണ്ണം എന്തായാലും ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് രണ്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്, 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ആയിട്ട്. സോ സിമ്പിളാണ്, കമ്പാരിറ്റീവ്ലി സിംപ്ലർ ടോപ്പിക്കാണ്. ജസ്റ്റ് ആ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ഫോർമുലാസ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം വെച്ചാൽ പെട്ടെന്ന് IL ആവറേജ് എന്താണെന്നൊന്നും നമ്മൾ ഓർത്തിരുന്നൊന്നും ഇല്ല. ഇതറിയെങ്കിൽ പെട്ടെന്ന് ചെയ്തു പോകാം. ഓക്കെ, സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കൺസിഡർ ദ ബൂസ്റ്റ് കൺവേർട്ടർ. നേരത്തെ നമ്മൾ ബക്ക് ബൂസ്റ്റിനെ ചെയ്തത്, ഇനി ഒരു ബൂസ്റ്റ് കൺവേർട്ടറിന്റെ പ്രോബ്ലം ആണ്. കൺസിഡർ ദ ബൂസ്റ്റ് കൺവേർട്ടർ. Switch Q is operating at 25 kilohertz. Again, FS തന്നിട്ടുണ്ട് അല്ലേ? FS is equal to 25 kilohertz. Okay, with a duty cycle of 0.6. Okay, duty cycle D is equal to 0.6. Assume the diode and switch to be ideal. Under the steady state condition, the average resistance Rn as seen by the source is. Okay, ഈ കേസിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് Rn എന്താണ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താണ്. ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ ഫോർമുല എന്താ? Rn is equal to Vin by In, right? Vin is available. Vin തന്നിട്ടുണ്ട്. We know that Vin is equal to 15 volt. പക്ഷെ IN നമുക്ക് അറിയില്ല. പക്ഷെ IN നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? I0 അറിയുമെങ്കിൽ IN കാണാം. ബൂസ്റ്റ് കൺവേർട്ടർ അല്ലേ? ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം V0 by Vn is equal to 1 by 1 minus D. Okay, which is equal to IN by I0. Okay, നമുക്കപ്പോൾ Rn ആണ് കാണണ്ടേ. Rn is equal to Vn by In ആണ്. Vn നമുക്കറിയാം, ബട്ട് IN അറിയില്ല. IN കാണണമെങ്കിൽ V0 by Vn equal to 1 by 1 minus D is equal to IN by I0. നമുക്ക് IN-ഉം I0 അറിയില്ല. അപ്പോൾ ആ കേസിൽ നമുക്ക് V0 കണ്ടുപിടിക്കണം. സോ ലെറ്റ് us find out what is V0 first. V0 is equal to Vn into 1 by 1 minus D is equal to V എന്ന് പറഞ്ഞാൽ 15 into 1 divided by 1 minus D is 0.6. Right? So this solve ചെയ്യുമ്പോൾ you will get 15 by 0.4 which is equal to 15 into 10 by 4. 5s are to 2s are. So 37.5 volt. We'll get V0 as 37.5. We'll get V0 as 37.5 volt. Right? V0 കിട്ടിക്കഴിഞ്ഞാൽ you can find out I0. Previous problemത്തിൽ നമ്മൾ കണ്ടതാണ് I0 equal to V0 by R. Okay? So V0 37.5 and R ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. R is equal to 10 ohm. R is equal to 10 ohm. So divided by 10, you'll get the answer as 3.75 ampere. Okay, so I0 കിട്ടി. IN കണ്ടുപിടിച്ചൂടെ? ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ you can find out IN. IN is equal to I0 into 1 by 1 minus D. Okay, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ I0 എത്ര നമുക്ക് കിട്ടിയേ? 3.75, right? 3.75
into 1 divided by 1 minus 0.6. So 3.75 into 1 by 0.4, which is equal to 10 by 4. Okay, this solve you will get the answer as 9.375 ampere. 9.375 ampere. This is IN. IN kitti, we know what is VN. So you can find out the input resistance as seen by the source. Source is 15 volt. VN is 15 volt source. Okay. So we can find out RN is equal to VN by IN. That is, VN was 15 volt, IN is 9.375 ampere. On solving this, we'll get the answer as 1.6 ohm. Again, this question without options aanu ningal answer entry idu kodukkandadana. So negative mark illatha question aanu. Okay, actually easy aanu. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ മാതിരി തന്നെ ഏകദേശം പ്രൊസീഡ് ചെയ്താൽ മതി. ബട്ട് അത് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ ആയിരുന്നു. ദിസ് ഇസ് എ ബൂസ്റ്റ് കൺവേർട്ടർ. ബൂസ്റ്റ് കൺവേർട്ടർ ആകുമ്പോൾ VO by V എന്ന് പറയുന്നത് 1 by 1 minus D ആണ്. ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൽ VO by V എന്ന് പറയുന്നത് D by 1 minus D ആണ്. ഓക്കെ, ദെൻ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആസ് സീൻ ബൈ ദ സോഴ്സ് ആണ്. RN equal to VN by IN ആണ്. ഓക്കെ, നമുക്ക് VN അറിയാം, IN അറിയില്ല. ബട്ട് VN അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് VO by VN ഇക്വേഷൻ വെച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് VO അറിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് I0, ഔട്ട്പുട്ട് കറണ്ട് V0 by R, ദാറ്റ് ഇസ് 3.75 ആംപിയർ. ഔട്ട്പുട്ട് കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇൻപുട്ട് കറണ്ട് കാണാം. ആ IN by I0 is equal to 1 by 1 minus D ഫോർമുല വെച്ച്. സോ RN is found out ultimately like this. Simple application of formula and a basic basic formula of boost converters അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. Then going to the next question. അപ്പോൾ നമ്മൾ നോക്കിയത് ഒരു buck boost converter, ഒരു boost converter. Next we will see a problem on buck converter. Okay, so, this question was also asked in GATE 2021. Okay, next question is a DC-DC buck converter operates in continuous conduction mode. Okay, this question is continuous conduction mode. It has 48 volt input voltage. 48 volt ആണ് input voltage and it feeds a resistive load of 24 ohm. Okay, നമുക്ക് അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? VN is equal to VN is equal to 48 volt, R is equal to 24 ohm. Switching frequency of the converters, FR is equal to 250 Hertz. Okay, and the converter is operating in continuous conduction mode. So, if switch on duration is 1 millisecond, the load power is, അതായത് സ്വിച്ച് ഓൺ ആയിരിക്കുന്ന ടൈം നമുക്ക് തന്നിട്ടുണ്ട്, ടി ഓൺ തന്നിട്ടുണ്ട്. ടി ഓൺ ഇസ് ഈക്വൽ ടു 1 millisecond. നമുക്ക് FS തന്നിട്ടുണ്ട് അല്ലേ? FS തന്നിട്ടുണ്ട് ഉള്ള കാരണം വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ടി, റൈറ്റ്? സ്വിച്ചിങ് പീരീഡ് ടി ഇസ് ഈക്വൽ ടു 1 by FS, 1 divided by 250, which is equal to 4 millisecond approximately. 1 divided by 250 എന്ന് പറയുന്നത് 4 millisecond. When you calculate this, you will get as 4 millisecond. അപ്പോൾ നമുക്ക് ടി ഓണും കിട്ടി, ടോട്ടൽ ടൈമും കിട്ടി. Then we can find out the duty ratio. D is equal to T on by T. That is, ഇതിൽ മുന്നത്തെ രണ്ട് പ്രോബ്ലത്തിലും ഡ്യൂട്ടി റേഷ്യോ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡ്യൂട്ടി റേഷ്യോ തന്നില്ല, പക്ഷെ സ്വിച്ചിങ് ഫ്രീക്വൻസിയും തന്നു, സ്വിച്ച് ഓൺ ആയിരിക്കുന്ന ഡ്യൂറേഷനും തന്നു. അപ്പോൾ ഡ്യൂട്ടി റേഷ്യോ എന്ന് പറയുന്നത് 1 millisecond divided by 4 millisecond, which is equal to 0.25. Duty ratio is 0.25. But duty ratio ആണോ ചോദിച്ചിരിക്കുന്നത്? അല്ല.
We have been asked to find out the load power. Power consumed by the load resistor. Resistor's value തന്നിട്ടുണ്ട്. So, എങ്ങനെ കാണാൻ പറ്റുക? We know it is a buck converter. Buck converterന്റെ നമുക്കറിയാം power consumed by the load, let it be P. P is equal to V0 square by R, right? Okay. Buck converter V0 എങ്ങനെ കാണാം? നമുക്കറിയാം buck converter V0 is equal to D into Vin. D നമ്മളിപ്പോൾ calculate ചെയ്തു 0.25 and we know what is Vin, right? Vin is 48 volt. Vin is 48 volt. So 1/4 of 48 is 12 volt ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. കറക്റ്റ് ആണ്. എന്താ ബക്ക് കൺവേർട്ടർ ആണ്, 48 ആണ് ഇൻപുട്ട്. ബക്ക് കൺവേർട്ടർ ആയതുകൊണ്ട് എന്തായാലും ഔട്ട്പുട്ട് വോൾട്ടേജ് ഷുഡ് ബി ലെസ് ദാൻ ദ ഇൻപുട്ട് വോൾട്ടേജ്. സോ അക്കോർഡിംഗ് ടു ദ സ്കീം നമുക്ക് 12 വോൾട്ട് വിച്ച് ഇസ് ലെസ് ദാൻ 48 വോൾട്ട്. സോ ഇറ്റ് വിൽ ബി കറക്റ്റ്. ദെൻ പവർ കൺസ്യൂംഡ് V0 സ്ക്വയർ ബൈ ആർ. V0 സ്ക്വയർ ബൈ ആർ എന്ന് പറയുമ്പോൾ V0 is equal to എത്രയാ 40 is equal to 12 volt. So 12 into 12 square divided by R. R തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ 24. When you calculate this, you'll get the answer as 6 2s are 4 3s are 6 watt. Option നോക്ക്. Yes, we have a 6 watt here. So നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഒരു ബക്ക് കൺവേർട്ടർ ആണ്. അതിൽ ഡ്യൂട്ടി റേഷ്യോ ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷെ സ്വിച്ചിങ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഓൺ ടൈം തന്നിട്ടുണ്ട്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഡ്യൂട്ടി റേഷ്യോ. ഡ്യൂട്ടി റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ബിക്കോസ് ഇൻപുട്ട് വോൾട്ടേജ് എത്ര തന്നിട്ടുണ്ട്. ആൻഡ് വി നോ വാട്ട് ഇസ് ദ ലോഡ് റെസിസ്റ്റൻസ്. വി ഹാവ് ബീൻ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ പവർ കൺസ്യൂംഡ് ബൈ ദ ലോഡ്. ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ V0 സ്ക്വയർ ബൈ ആർ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ പവർ കൺസ്യൂംഡ്. ഓക്കെ. സോ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത് PYQ. ഈ ക്വസ്റ്റനും it was asked in GATE 2019. ഓക്കെ. നമ്മൾ 3 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത DC കൺവേർട്ടറിൽ നമുക്ക് ബേസിക്കലി ഗേറ്റിൽ പഠിക്കാനുള്ള ഗേറ്റിന്റെ സിലബസിലുള്ള കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത് ബക്ക് കൺവേർട്ടർ, ബൂസ്റ്റ് കൺവേർട്ടർ, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ. സോ നമ്മൾ ആദ്യം ഒരു ബക്ക് ബൂസ്റ്റിന്റെ പ്രോബ്ലം നോക്കി, ദെൻ ഒരു ബൂസ്റ്റിന്റെ പ്രോബ്ലം നോക്കി, ഇപ്പോൾ ഒരു ബക്ക് കൺവേർട്ടറിന്റെ പ്രോബ്ലം നോക്കി. ഓൾ ദ 3 questions has been asked in GATE, previous GATE. 2021 2 ക്വസ്റ്റ്യനും 2019 ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കിയത്. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും DC കൺവേർട്ടേഴ്സിന് മിനിമം 1 question is 100% ഷുവർ, ചിലപ്പോൾ 2 എണ്ണം ചോദിക്കാം. സോ അതിൽ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് അറിഞ്ഞിരിക്കാൻ എപ്പോഴും ഒന്ന് ഓർത്ത് വയ്ക്കാം. വാട്ട് യു ഹാവ് ടു റിമെമ്പർ? ബക്ക് ബൂസ്റ്റ്, ബക്ക് ബൂസ്റ്റ്. അതിനകത്ത് we can find the output voltage as D into Vin for buck, 1/1 minus D into Vin for boost, and for buck boost it is, come on, D by 1 minus D into Vin. Okay, this is the case of output voltage. Then ആവറേജ് കറണ്ട് ഓഫ് ഇൻഡക്ടർ. ആവറേജ് കറണ്ട് ഓഫ് ഇൻഡക്ടർ നേരത്തെ 2 ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യം വന്നു. ആവറേജ് കറണ്ട് ഓഫ് ഇൻഡക്ടർ IL. ബക്കിന്റെ കേസിൽ അത് തന്നെയാണ് ഔട്ട്പുട്ട് കറണ്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു V0 by R. പക്ഷേ ബൂസ്റ്റിന്റെ ബക്ക് ബൂസ്റ്റിന്റെ കേസിൽ ആവറേജ് ഇൻഡക്ടർ കറണ്ട് ഇസ് ഈക്വൽ ടു IL is equal to I0 divided by 1 minus D, where D is the duty ratio. ബൂസ്റ്റിലും അത് തന്നെയാണ്. ആവറേജ് ഇൻഡക്ടർ കറണ്ട് IL is equal to I0 divided by 1 minus D. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ നേരത്തെ പ്രോബ്ലം സോൾവ് ചെയ്തതാണ്. നെക്സ്റ്റ് സ്വിച്ച് കറണ്ട്. സ്വിച്ച് കറണ്ട് ലെറ്റ് ഇറ്റ് ബി IS or I switch SW. S എന്ന് പറയുമ്പോൾ സോഴ്സ് ആയിട്ട് കൺഫ്യൂസ് ചെയ്യാം. സോ സ്വിച്ച് കറണ്ട് എന്ന് പറയുന്നത് IS is equal to D into ISW is equal to D into I0 in case of buck converter, and in case of boost converter, switch current ISW is equal to I0 divided by 1 minus D, and in case of buck boost converter, I switch is equal to I0 divided by 1 minus D into D. Okay, ഈ ഫോർമുല ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. For
പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഇത് സഹായിക്കും. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കിയത് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓഫ് DC കൺവേർട്ടർ. നമ്മൾ ബക്ക് ബൂസ്റ്റ് 3 ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തു. I hope it's clear and the session was, I hope it was useful to you. Thank you and keep watching once.